സുവർസാറാണ്. നമ്മളിന്ന് പ്ലസ്സുകാർക്ക് വേണ്ടി സെക്കൻഡ് ടൈം എക്സാമിന് വേണ്ടിയുള്ള ഇന്റഗ്രേഷന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഇത് ഫുൾ ട്രിഗണോമെട്രി ടേംസുകളാണ്. ഇന്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും ഇത് കാണുമ്പോൾ സ്റ്റാർട്ടിങ് ഒരു ട്രബിൾ ഉണ്ട്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇവിടെ ഈ രണ്ടിനും പവർ ഉള്ളതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. നോക്കിക്കേ, സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. ഇവിടെ 2 ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രോബ്ലം ഈസിയാണ്, അല്ലെങ്കിൽ 3 ഇല്ലായിരുന്നെങ്കിലും പ്രോബ്ലം ഈസിയാണ്. പക്ഷെ ഈ 2 പവറോടെ വന്നപ്പോൾ പ്രോബ്ലം എന്താ ഇത്തിരി ടഫായിട്ടുണ്ട്. ഇത് ചെയ്യുന്ന വഴി എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇതൊക്കെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ പഠിക്കണം. ഇപ്പൊ നോക്കിക്കേ, ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ചോദ്യം കാണുമ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ മാറുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോരാ, എക്സാം എത്തുമ്പോൾ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്ത് എങ്ങനെയാ മെത്തേഡ് എന്നുള്ളത് കണ്ടുപിടിച്ചില്ലെങ്കിൽ പണിയാവും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സൈൻ ക്യൂബ് എക്സിനെ നമ്മൾ ഇങ്ങനെ മാറ്റണം. മോനെ, സൈൻ എക്സ് ഇൻറ്റു ആരെന്നാക്കണം, സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സിനെ ഒന്നും ചെയ്യേണ്ട, അതേപോലെ തന്നെ ഇടാം. ഓക്കെ, ഒരു വഴിയാണ്, വേറെ വഴികളൊക്കെ ഉണ്ട്. അപ്പൊ സൈൻ ക്യൂബ് എക്സിനെ സൈൻ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ്. ഇപ്പൊ നമുക്ക് എ ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാൻ മോനെ, എ ക്യൂബ് ഈക്വൽ ടു എ ഇൻറ്റു എ സ്ക്വയർ. ഓക്കെ, അതേപോലെ അപ്പൊ ഇവിടുത്തെ 1ഉം ഈ 2 ചേർന്ന് 3 ആവും. ഇവിടെ അതുപോലെ തന്നെയാണ്. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സൈൻ സ്ക്വയർ എക്സിനെയും കൂടെ നമ്മൾ ഇങ്ങനെ മാറ്റണം മോനെ, 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്നാക്കി മാറ്റണം. മറ്റേ രണ്ടും അതേപോലെ തന്നെ ഇന്റഗ്രല് സൈൻ എക്സ് കോസ് സ്ക്വയർ എക്സ് അതൊന്നും മാറ്റമില്ല. ഈ സൈൻ എക്സ് എന്നുള്ളത് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്നാക്കി മാറ്റുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൂടെ ഇതിനെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ ആയി. ഇവിടെ മുഴുവൻ കോസുകളും അതിന്റെ ഡെറിവേറ്റീവായ സൈൻ എക്സും. ഓക്കെ, ഇവിടെ നമ്മൾ കോസ് എക്സിന് വേണം മോനെ യു എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ, കോസ് എക്സിന് കേട്ടോ. ഈ കോസ് എക്സ് ഇവിടെ കോസ് സ്ക്വയർ ഉണ്ട്, നമ്മൾ കോസ് എക്സിനെ യു കൊടുക്കാവുള്ളൂ. ദെൻ ഡെറിവേറ്റീവ് എത്ര മോനെ, മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു. പക്ഷെ ഇവിടെ നമ്മളിലുള്ള ആരൊക്കെയുണ്ട് മോനെ, സൈൻ എക്സും ഉണ്ട് ഡി എക്സും ഉണ്ട്, ഇല്ലയോ? സൈൻ എക്സും ഡി എക്സും ആ നമ്മുടെ കിട്ടിയത് മൈനസ് സൈൻ എക്സ് ഡി എക്സ്. അപ്പൊ മൈനസിന് അപ്പുറത്തോട്ട് കൊടുക്കുമ്പോൾ സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡി യു എന്നായി. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. ഈ സൈൻ എക്സും ഡി എക്സും കൂടെ ചേർന്നാൽ ആരായിട്ട് മാറും മോനെ, മൈനസ് ഡി യു ആയിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി എഴുതുവാണേ, മൈനസ് ഡി യു. അപ്പൊ ഈ 2 പേരെ കൊണ്ടുള്ള ശല്യം കഴിഞ്ഞു. ഇനിയുള്ളത് നമുക്ക് ഈ 2 പേരാ. ഇവിടുത്തെ കോസ് കാണുന്നിടത്തെല്ലാം നമുക്ക് യു കൊടുക്കുമ്പോൾ കോസ് സ്ക്വയർ എക്സ് ആരാവും, യു സ്ക്വയർ, ദാറ്റ് ഈസ് 1 മൈനസ് യു സ്ക്വയർ. പിന്നെ പുറത്ത് ആരാ മോനെ, യു സ്ക്വയർ. ഇങ്ങനെയാണ് കേട്ടോ. മൈനസ് നമുക്ക് വേണമെങ്കിൽ പുറത്തെടുത്തു കഴിഞ്ഞാൽ മൈനസ് ഇങ്ങ് പുറത്തെടുത്തേ, ബാക്കി യു സ്ക്വയർ ഇൻറ്റു 1 മൈനസ് യു സ്ക്വയർ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ യു സ്ക്വയർ ഇൻറ്റു 1 ആരാണ്, യു സ്ക്വയർ. യു സ്ക്വയർ ഇൻറ്റു യു സ്ക്വയർ, യു റൈസ് ടു 4. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കിക്കാൻ മോനെ, എക്സ് റൈസ് ടു എന്നിന്റെ റിസൾട്ട് അപ്ലൈ ചെയ്യാം. യു സ്ക്വയറിന്റെ ഇന്റഗ്രൽ എത്ര ആയിരുന്നു, യു ക്യൂബ് ബൈ 3. ശരിയല്ലേ? എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രൽ പോലെ കേട്ടോ, ദാറ്റ് ഈസ് യു ക്യൂബ് ബൈ 3. യു റൈസ് ടു 4ന്റേത് യു റൈസ് ടു 5 ബൈ 5. ബ്രാക്കറ്റ് ഇടുക, പുറത്ത് എന്തിട്ടേക്കണം, മൈനസ്. എന്നിട്ട് യു കാണുന്നിടത്തെല്ലാം കോസ് എക്സ് കൊടുക്കുന്നു, പ്രോബ്ലം തീരുന്നു. ഓക്കെ, ആൻസർ വരുമ്പോൾ മൈനസ് ഓഫ് കോസ് ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ 3 കോസ് റൈസ് ടു 5x ബൈ 5 പ്ലസ് 6. തീർന്നു കേട്ടോ, പ്രോബ്ലം തീർന്നു. ഇങ്ങനെ വേണം ഇവനെ ചെയ്യാൻ. കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പം തന്നെയാണ്. പിന്നെ നമുക്ക് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ അവന്, അപ്പം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. പബ്ലിക് എക്സാം വരെ ഇതേപോലെ ക്ലാസ്സുകൾ വരും. പിന്നെ ഫുൾ ക്ലാസ് കിട്ടാൻ ജോയിൻ ചെയ്യാതെ മതി. നല്ല അടിപൊളിയായിട്ട് നമുക്ക് മാത്സിനെ പഠിക്കാം. ഗുഡ് ബൈ.